ശ്രീകൃഷ്ണലീലയിലെ ഒരു കവിതയാണ്. ഞാൻ ശ്രീകൃഷ്ണചരിതം കാവ്യം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് രോഹിണിയിൽ എനിക്കൊരു ജുവലറി ഉണ്ട്, കൈരളി ജുവലറി എന്ന് പറഞ്ഞു. അവിടെയാണ് ഇരിക്കുന്നത്. അപ്പം അവിടെ ഇരുന്നാണ് എഴുത്തും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കൃഷ്ണലീല, ബാലലീല ഒന്നും എഴുതാൻ ശ്രമിച്ചിട്ടൊന്നും പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സാമ്പത്തികമായിട്ടും ഭയങ്കര പ്രശ്നങ്ങൾ ഒക്കെ വന്നു. അപ്പം ഞാനിങ്ങനെ കൃഷ്ണനോട് പറഞ്ഞു, ഓ എൻ്റെ കൃഷ്ണ, നീ എന്നെ നട്ടം കറക്കുകയാണല്ലോ എന്ന് പറഞ്ഞു തീർന്നുടനെ പെട്ടെന്ന് എനിക്ക് കവിത എങ്ങനെ എഴുതാം എന്ന് നാവിൽ അങ്ങ് ഉടൻ തന്നെ ഞാൻ കസേരയിൽ കയറിയിരുന്നു, പേപ്പർ എടുത്തു, എഴുത്തും തുടങ്ങി. ആ കവിത ആണ്. പിന്നെ താമസമുണ്ടായാലും ഒറ്റ ശ്വാസത്തിൽ എഴുതി തീർന്നു. നട്ടം തിരിഞ്ഞു ഞാൻ നിന്നോടെ മൂലം നഷ്ടമായി തീർന്നു മാനം എനിക്ക്, കുട്ടികളിങ്ങനെ ഉണ്ടോ ഉലകിൽ കട്ടുമുടിച്ചിടുങ്കോ വിഭവനം. ഇതും ബാലഗോകുലത്തുള്ള രോഹിണി ബാലഗോകുലത്തിൽ ഗുരുപൂജയ്ക്ക് എനിക്കൊരു കവിത അവതരിപ്പിക്കാൻ അവസരം തരാതിരുന്ന അതിൻ്റെ പ്രതിഷേധമായിട്ട് ഉള്ള രണ്ടാമത്തെ കവിതയാണ്. നഷ്ടം തിരിഞ്ഞു ഞാൻ നിന്നോടെ മൂലം നഷ്ടമായി തീർന്നു മാനം എനിക്ക്, കുട്ടികളിങ്ങനെ ഉണ്ടോ ഉലകിൽ കട്ടുമുടിച്ചിടുങ്കോ വിഭവനം, കട്ടുമുടിച്ചിടുങ്കോ വിഭവനം. ആവലാതിക്കൊരു അന്തവുമില്ല, ബാലകേനൽപ്പവും കൂസലുമില്ല, കണ്ണനങ്ങെത്താത്ത വീടൊന്നുമില്ല, കാതരയാകാത്ത ഗോപിമാരില്ല. കുംഭങ്ങൾ ഉടയാത്ത വീടൊന്നുമില്ല, വെണ്ണ നിറഞ്ഞൊരു കുംഭവുമില്ല. ഈ വണ്ണം കക്കുന്ന കള്ളന്മാരുണ്ടോ, കള്ളച്ചിരിക്കൊരു മാറ്റവുമില്ല. കുശവൻ മെനഞ്ഞിടും കുംഭങ്ങളെല്ലാം കണ്ണനുടച്ചിടും ഗോപരുമൊത്ത്, കുശവൻ മെനഞ്ഞിടും കുംഭങ്ങളെല്ലാം കണ്ണനുടച്ചിടും ഗോപരുമൊത്ത്. കുശവന് കുശലമായി ഉണ്ടുവാനുണ്ട്, കുംഭം മേനയുന്ന ജോലിയുമുണ്ട്. കെട്ടിയിട്ടിടുവൻ മകമതില്ല, കെട്ടടിച്ചിടുവൻ ഗോപികളെത്തും, കണ്ണനെ കണ്ടാലും ഗോപികളെത്തും, കണ്ണനെ കാണാനും ഗോപികളെത്തും. വെണ്ണ നൽകിയിടുകിൽ ഉണ്ണുകയില്ല, മണ്ണ് വാരി തിന്നു കണ്ണൻ നടക്കും, കള്ളം പറയുവാൻ ദണ്ഡവുമില്ല, കള്ളച്ചിരി കൊണ്ടോ കള്ളം മറയ്ക്കും, കള്ളച്ചിരി കൊണ്ടോ കള്ളം മറയ്ക്കും. മണ്ണ് വാരി തിന്നു ഉണ്ണിയെ കണ്ടു അമ്മ യശോദയ്ക്കു ദണ്ഡമുണ്ടായി, പീലിത്തിരുവടി ഓടിയെടുത്തു, ചെറ്റെന്നു കൈനീട്ടി ഒന്ന് കൊടുത്തു. വായ് തുറന്നിടുവാൻ അമ്മ പറഞ്ഞു, വായ് തുറന്നിടുവാൻ അമ്മ പറഞ്ഞോ, വായ് തുറന്നങ്ങവൻ നിന്നു നിവർന്നു, മിന്നു കണ്ടാനമ്മ ഉണ്ണിതന്മായിൽ, മിന്നവർ ലോകവും കണ്ടങ്ങു വായിൽ. ഭൂലോകമെല്ലാമേ കണ്ടു യശോദ, പാതാള ലോകവും കണ്ടങ്ങു വായിൽ. മാവേലി മന്നന്റെ ദർപ്പമടക്കിയ വാമനമൂർത്തിയും കണ്ടു യശോദ, സീതാസമേതനായി കണ്ടങ്ങു വായിൽ. കോദണ്ഡപാണിയം ശ്രീരാമചന്ദ്രനെ സീതാസമേതനായി കണ്ടങ്ങു വായിൽ. പ്രളയജലത്തിലങ്ങൂളിയിട്ടിടുന്ന മത്സ്യാവതാരവും കണ്ടങ്ങു വായിൽ. എല്ലാം കൃഷ്ണന്റെ വായിലാണ് കാണുന്നത്. കൂർമാവതാരവും കണ്ടങ്ങു വായിൽ. കാർത്തിവീരാർജുനൻ ദർപ്പമടക്കിയ ജമദഗ്നിപുത്രിയും കണ്ടങ്ങു വായിൽ. അമരാവതിയിലെ ഐരാവതത്തെയും ദേവാരിയാകും അസൂര്യരെയും കണ്ടു, സൂര്യചന്ദ്രാദികൾ കണ്ടങ്ങു വായിൽ. നക്ഷത്രജാലങ്ങൾ മിന്നുന്ന കണ്ടു, പാലാഴി തന്നിൽ പള്ളി കൊള്ളുന്നൊരു പന്നകശായിയും കണ്ടങ്ങു വായിൽ. പത്മജ സംഭവൻ നാൻമുഖൻ തന്നെയും പത്മപത്രാക്ഷിയും കണ്ടങ്ങു വായിൽ. വൈകുണ്ഠവാസിയം വിശ്വനാഥൻ തന്റെ വൈകുണ്ഠ രൂപവും കണ്ടു, വൈഷ്ണവ രൂപവും കണ്ടങ്ങു വായിൽ. വൈകുണ്ഠവാസിയം വിശ്വനാഥൻ തന്റെ വൈഷ്ണവ രൂപവും കണ്ടങ്ങു വായിൽ. ത്രൈലോക്യനാഥനും കൈലാസനാഥന്റെ കൈലാസശൈലവും കണ്ടങ്ങു വായിൽ. കാടു കണ്ടു പിന്നെ നാടു കണ്ടു അമ്മ സാഗരമൊക്കെയും കണ്ടങ്ങു വായിൽ. അമ്പാടി തന്നിലെ കാനനവും പിന്നെ അൻപോട് ശ്രീധരൻ തന്നെയും കണ്ടു, ഈരേഴു ലോകവും കണ്ണനിൽ കണ്ടു വിസ്മയസ്തബ്ധയായ അമ്മ യശോദ. ഈരേഴു ലോകവും കണ്ണനിൽ കണ്ടു വിസ്മയസ്തബ്ധയായ അമ്മ യശോദ. ഈരേഴു ലോകത്തിൻ നാഥനാം കണ്ണൻ അമ്മിഞ്ഞ പാലിനെ കേണങ്ങു പിന്നെ.
കണ്ണന്റെ ലീലകൾ എണ്ണാവതല്ല, കായാമ്പൂ വണ്ണനെ കാണാവതല്ല. കണ്ണിന്റെ കണ്ണാണ് കാർമുകിൽ വണ്ണൻ, കാതിന്റെ കാതാണ് കായാമ്പൂ വണ്ണൻ. നമസ്കാരം.